ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്തെ കാണുവാൻ നമ്മൾക്ക് കണ്ണുകളും ആ ലോകത്തിലൂടെ സഞ്ചരിക്കുവാൻ കാലുകളും ശ്രുതിമധുരമായ ശബ്ദം ശ്രവിക്കുവാൻ കാതുകളും തന്ന് ഏറ്റവും മനോഹരമായ സൃഷ്ടിയായി ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയുള്ള നമ്മളെ നോക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ആ പിതാവായ ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? പ്രിയ മക്കളെ, ഇന്ന് ഡിസംബർ 22 ക്രിസ്മസിന് മുമ്പുള്ള ഞായറാഴ്ച. നമുക്ക് നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് ദൈവം എത്ര മനോഹരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദേവാലയത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ആ കർത്താവിൽ നിന്നും നേടിയെടുക്കാം. അങ്ങനെ ദൈവത്തിൽ നിന്നും തനിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള തിരുവചന ഭാഗം. ഈശോ ജെറീക്കോയിലേക്ക് പ്രവേശിക്കുന്ന സമയം അവിടെ ഉണ്ടാകുന്ന ബഹളം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആ തിരക്കിലേക്ക് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതിലെ നടന്നുപോയവർ പറഞ്ഞു, നസ്രായനായ യേശു ആ വഴിയിലൂടെ കടന്നു വരുന്നു. ഗുരു ഈ വഴിയിലൂടെ കടന്നു വരുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ താൻ ഒരു അന്ധനാണെന്ന് അറിയാമെങ്കിലും ആ കടന്നു വരുന്നവനിൽ എനിക്ക് വിശ്വാസമുണ്ട്, അവനിൽ നിന്നും ഞാൻ എൻ്റെ അന്ധത മാറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആ മനുഷ്യൻ നിലവിളിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. 37-ാം തിരുവചനത്തിൽ പറയുന്നു, നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ഈശോ അവന് സൗഖ്യം കൊടുക്കുന്നു. തൻ്റെ അന്ധതയെക്കുറിച്ച് പഴിചാരുവാനോ തന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുക്കൽ പരിഭവം പറയുവാനോ, നീ എന്തിനാണ് എന്നെ അന്ധനാക്കി ഭൂമിയിലേക്ക് വിട്ടത് എന്ന് ചോദ്യം ചെയ്യുന്നതിനോ പകരം ആ കടന്നു പോകുന്നവൻ മിശിഹായാണെന്നും അവൻ ദാവീദിൻ്റെ പുത്രനാണെന്നും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ അന്ധനായ മനുഷ്യൻ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുക. ദാവീദിൻ്റെ പുത്രനാണ് നീ എന്ന് വിളിച്ചു പറയുകയും അതോടൊപ്പം തന്നെ
അവൻ എന്താണോ വേണ്ടത് അത് അവൻ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഒരു രംഗം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് വേണ്ടതും ഇങ്ങനെയൊരു വിശ്വാസം. ചോദിച്ചു വാങ്ങുവാൻ, എനിക്ക് കിട്ടിയേ മതിയാകൂ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് പരിഭവങ്ങളും പരാതികളും ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതിന് പകരം, നീ ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനാണ്, നിന്നിലൂടെ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും, നീ എനിക്കിത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുവാൻ, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ നമ്മൾക്ക് സാധിക്കുമോ? എങ്കിൽ ഈ അന്ധനായ മനുഷ്യന് സൗഖ്യം കിട്ടിയതുപോലെ നമ്മൾക്കും ദൈവം വേണ്ടതെല്ലാം തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ. ഇന്ന് എന്തെല്ലാം കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങുന്നു, അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ. പിതാവായ ദൈവം നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരം തരട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം എല്ലാവർക്കും ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.